ആഞ്ഞടിക്കുന്ന കാറ്റോടെ ഇടിമുഴങ്ങുകയാണ്. മഴ ആർത്തു പെയ്യുന്നു. വൃക്ഷക്കൊമ്പുകൾ ആടി ഉലയുകയാണ്. ആ ഉലയുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പിൽ അതാ ഒരു കിളിക്കൂട്. ആ കിളിക്കൂട്ടിനുള്ളിൽ രണ്ട് കുഞ്ഞിക്കുരുവികൾ ഒരു ഭയവുമില്ലാതെ അവർ സന്തോഷിച്ചിരിക്കുകയാണ്. ഇടിയും മഴയും കാറ്റും അവരെ സ്പർശിക്കുന്നില്ല. ആ കാറ്റിൻ്റെ താളത്തിനൊപ്പം ആ മരച്ചില്ലികൾ ആടുകയും കൂട് ചലിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഭയമില്ല കേട്ടോ. അവർക്കറിയാം ഈ മഴ തോരും, ഈ കാറ്റ് ശമിക്കും, ഈ ഇടിയും മിന്നലും പോകും. ഞങ്ങളുടെ അപ്പനും അമ്മയും മിനഞ്ഞു തന്ന ഈ കൂട്ടിനുള്ളിൽ ഞങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ്. പിന്നെ എന്തിന് ഈ ക്ഷോഭത്തെ ഞങ്ങൾ ഭയക്കണം? ദൈവത്തിൻ്റെ ആ കാവലിൽ അവർ നിർഭരായി ഉറങ്ങുകയാണ്. ആ നിർഭയം അവർ അതിൽ വസിക്കുമ്പോൾ അവരുടെ ചിന്ത ഇതാണ്: ഞങ്ങൾ തകർന്നു പോകുകയില്ല. ഈ ചിന്ത നമ്മെയും നയിക്കണം. ഒരു വലിയ പ്രശ്നങ്ങളുടെ ലോകത്താണ് നമ്മുടെ ജീവിതയാത്ര. തളർന്നു പോകാതെ നമുക്ക് മുന്നേറണം. പ്രശ്നങ്ങളുടെ മുൻപിൽ നാം പതറിപ്പോകരുത്. നാം പതറിപ്പോയേക്കാം. മാനസികമായ സമ്മർദ്ദവും നിരാശകളും നമ്മെ അലട്ടിയേക്കാം. ദൈവത്തിലുള്ള ആശ്രയം, മനോധൈര്യം, പ്രാർത്ഥന, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉറപ്പായും ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ നാം നേരിടുന്ന പ്രശ്നങ്ങളെ തുടർ പദ്ധതികളാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. ലോകമറിയപ്പെട്ട അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ഏറ്റവും വിഷമം പിടിച്ച കാലഘട്ടത്തിലാണ് താൻ പ്രസിഡന്റ് ആകുന്നത്. ഭാര്യയുടെ ക്രൂരമായ പെരുമാറ്റം അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമോ കുടുംബ പ്രശ്നമോ എബ്രഹാം ലിങ്കനെ ഒരിക്കലും തളർത്തിയില്ല. വിശുദ്ധ ബൈബിളിൻ്റെ മുൻപിൽ തൊഴുകയോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ലിങ്കനെയാണ് സ്നേഹിതർ എപ്പോഴും കണ്ടിട്ടുള്ളത്. ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്ന ലിങ്കൺ കണ്ണീരോടെയാണ് അത് ചെയ്തിരുന്നത്. അസാമാന്യമായ മനക്കരുത്തും ധീരതയും താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രാർത്ഥനയിലൂടെയാണ് അദ്ദേഹം അതിനെ ജയിച്ചതും നേടിയെടുത്തതും. പ്രിയരെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും വെളുക്കാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഇത് നമ്മുടെ അനുഭവമല്ലേ? പുറകോട്ട് നോക്കിയാൽ, നാം വന്ന വഴികൾ ചിന്തിച്ചു നോക്കിയാൽ, ഇരുളിൻ്റെ പാതകളിലൂടെ ആരും പിടിച്ചു നടത്തുവാനില്ലാതിരുന്നപ്പോൾ പിടിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവം ആ ഇരുളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പിയെടുത്ത് നമ്മെ ആശ്വസിപ്പിച്ച കർത്താവാണ്. ചിന്തിക്കൂ, ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള മനോധൈര്യം ഏറ്റെടുക്കുക. കർത്താവായ യേശുക്രിസ്തു എനിക്കൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുക. കർത്താവ് ആ നല്ല തീരം അണയുന്നതുവരെ നമ്മോടൊപ്പമുണ്ടാകും. അവൻ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ.